ഹലോ, നമസ്കാരം. എല്ലാവർക്കും ഷിജാസ് വേഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു, സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു. പിന്നെ ഇന്ന് ഇച്ചിരി വൃത്തിക്കും മെനയ്ക്കുമൊക്കെ വന്നിട്ടുണ്ട് ഞാൻ കേട്ടോ. അപ്പോൾ പുതിയ വേറെ ഡ്രസ്സൊക്കെ ഇട്ട് ഇച്ചിരി മെനയ്ക്ക് വരാമെന്ന് വിചാരിച്ചു. എന്നും ഒരുപോലെ വന്ന് നിങ്ങളെന്നെ കണ്ടു മടുത്തിട്ടുണ്ടാവും. അപ്പം ഇന്ന് ഇച്ചിരി വൃത്തിക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു കാര്യം പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പം നിങ്ങളവർക്കും വേറെ കണ്ടൻറ്റൊന്നും കിട്ടിയില്ലേ എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ കണ്ടൻറ്റൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി അതൊന്ന് പറഞ്ഞാൽ എന്താന്ന് ഓർത്തേ. അപ്പം എനിക്ക് ഉണ്ടായ ഒരു അനുഭവം അഥവാ പറയാമെന്ന് വിചാരിച്ചു, നിങ്ങളോടുകൂടി പറയാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. അപ്പം ഞാൻ കയ്യിലാണ് ഫോൺ വെച്ച് പിടിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ കിച്ചണിലാണ് ഇരിക്കുന്നത് കേട്ടോ. എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല, ഭയങ്കര സൗണ്ട്, ടി വിയുടെ സൗണ്ട്. അപ്പം ആ റൂമിനകത്തിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കിച്ചണിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പം കിച്ചണിലിപ്പോൾ പണിയൊന്നുമില്ല. അപ്പം ഞാൻ ഇന്ന് വൃത്തിക്കും മെനയ്ക്കുമൊക്കെ വന്നു, ജോലിയൊക്കെ തീർത്ത്. അപ്പം നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാവേ. എനിക്കുണ്ടായ ഒരു അനുഭവമാണ്, അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ആരായാലും ശരി, അത് വലിയവനോ ചെറിയവനോ അല്ലെങ്കിൽ റോഡിൽ കൂടെ പോണ യാചകനോ ആരോ ആവട്ടെ, ഒരു കാര്യം ഇപ്പം എന്നോട് ആരെങ്കിലും ഒരു കാര്യം വന്ന് പറയുകയെന്ന് വെച്ചാൽ ഞാൻ ആരോടെങ്കിലും ഒരു കാര്യം പോയി പറയുക ആണ്. അപ്പോൾ അവർ ചെയ്തുകൊണ്ട് നിന്ന കാര്യം ശരിയല്ല, അപ്പോൾ അത് ഞാൻ പോയി പറയുകയാണ്, അതിങ്ങനെ ചെയ്താൽ അത് നന്നായിരിക്കും, അല്ലെങ്കിൽ അത് വേറൊരു രീതിയിൽ ചെയ്താൽ നന്നായിരിക്കും എന്ന് ഞാൻ ചെന്ന് അവരോട് പറയുവാണ്. പക്ഷെ ഞാൻ പറയുന്നത് ശരിയാണെന്ന് അവർക്കറിയാം. പക്ഷെ അവരത് ഉൾക്കൊള്ളാൻ കൂട്ടാക്കത്തില്ല. മനസ്സിലായില്ലേ? അവരത് ഉൾക്കൊള്ളാൻ കൂട്ടാക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? ആർക്കേലും? കാരണം ഞാൻ ചെറിയ ഒരാളാണ്. ചെറുതെന്ന് വെച്ചാൽ നമ്മൾ ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും ഒക്കെ കഴിയുന്ന ഒന്നുമില്ലാത്ത ഒരാളാണ്. അപ്പം ഞാൻ പറയുമ്പോൾ അത് ഉൾക്കൊള്ളണോ, അവർക്കത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് കാശില്ല, പത്രാസില്ല, അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത ഒരു പാവപ്പെട്ട വ്യക്തിയാണ് ഞാൻ. അപ്പം ഞാൻ പറയുമ്പോൾ അത് എത്രത്തോളം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റും എന്നാണ് അവർ ചിന്തിക്കുന്നത്. അവർ നാളെ വേറൊരാളിനോട് പറയുകയാണ്, ഇതാര് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഇന്ന ആൾ പറഞ്ഞിട്ടാണെന്ന് പറയുമ്പോൾ അതൊരു ഷെയിമേഡായിരിക്കും, നാണക്കേടായിരിക്കും അല്ലേ? ഇന്ന ആൾ പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു നാണക്കേട്, ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവർ ചെയ്യാത്തത് എന്ന് ഞാനങ്ങ് ഓർക്കുവാണ്. അപ്പം ഇന്ന ആൾ പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ അതിന് നാണക്കേടുണ്ടാവും. അതുകൊണ്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ അതേ സെയിം കാര്യം തന്നെ വള്ളിപുള്ളി വിടാതെ ഒരാൾ വന്ന്, അല്ലെങ്കിൽ ആൻറ്റി, അങ്കിൾ, അല്ലെങ്കിൽ സാറേ, മാഡം, ഇതിങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറയുമ്പോൾ അവരത് ഉൾക്കൊള്ളുന്നു. ഞാൻ പറഞ്ഞ അതേ കാര്യം തന്നെ മറ്റൊരാൾ വന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളുന്നു. ഞാൻ പറഞ്ഞപ്പോൾ അവരത് ചെവിക്കൊണ്ടില്ല, കേട്ടില്ല, ഇരുന്നു. ഇതെനിക്കുണ്ടായ ഒരു അനുഭവമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതിൽ കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല കേട്ടോ. ഇത് ഞാനൊരു കണ്ടന്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല കേട്ടോ. എനിക്കുണ്ടായ എനിക്ക് അന്ന് തൊട്ട് എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു വിഷമം. ഞാൻ പറഞ്ഞിട്ട് അത് അവർ ചെയ്തില്ലല്ലോ, അപ്പോൾ അവർക്കതൊരു നാണക്കേട്. ഞാനെന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ട്, അവർക്ക് അത് ഉൾക്കൊള്ളാനൊരു ബുദ്ധിമുട്ട്. എന്ന് വെച്ചാൽ ഞാൻ പണമില്ല, പത്രാസില്ല, പഠിപ്പില്ല, വിവരമില്ല, ഒന്നുമില്ലാത്തൊരു വെറും ഞാൻ പറയുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഒരാളായതുകൊണ്ട് അവർക്കത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞ
അതേ കാര്യം തന്നെ മറ്റൊരു പറയുമ്പോൾ അതവർ ചെയ്യുന്നു. അതെന്തുകൊണ്ടാണെന്ന് ഇപ്പം മനസ്സിലായോ? അപ്പം അപ്പം ഞാൻ പറഞ്ഞ അത് അവർക്ക് ഉൾക്കൊള്ളാൻ വയ്യ എന്നല്ല, അവർക്കത് ക്ഷേമകേട്, നാണക്കേട്, അതാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കാര്യമാണത്. കാര്യമാണെങ്കിൽ ആര് പറഞ്ഞാലും അത് നമ്മൾ ഉൾക്കൊള്ളണം. അതിപ്പോൾ റോഡിൽ കൂടെ പോകുന്ന യാചകനായാലും ശരി, ആരായാലും, വലിയവനോ ചെറിയവനോ ആരാന്ന് ഇരിക്കട്ടെ, അത് നമുക്ക് ശരിയാണെന്ന് നമുക്ക് കൂടി തോന്നുവാണെങ്കിൽ അവർ പറയുന്ന കാര്യം നമ്മൾ അംഗീകരിക്കുക, നമ്മളത് കേൾക്കുക, ഉൾക്കൊള്ളുക. അതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാനുള്ളത്. അപ്പോൾ അത് നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞ അതേ സെയിം കാര്യം വേറൊരാൾ വന്ന് ചെയ്യുമ്പോൾ, പറഞ്ഞു കൊടുത്ത് അത് ചെയ്യുമ്പോൾ അത് അവർക്ക് വലുതായിട്ട് തോന്നി. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ അവർക്കത് അത് ഇതായിട്ട് തോന്നിയില്ല. അത് അത് എനിക്കറിയില്ല അത് എന്താ ഒരു ഇതാണെന്നുള്ളത്. എന്ത് തന്നെ ആയാലും അത് അവരുടെ മനസ്സിൻ്റെ ഒരു ഇതാണെന്ന് അറിയാം. എൻ്റെ അഭിപ്രായം പറയാനാണ് ഞാൻ വന്നത് കേട്ടോ, അല്ലാതെ ഇതൊന്നും ഒരു കുറ്റമായിട്ട് പറയാനല്ല. പക്ഷേ അവരുടെ മുമ്പിൽ അത് എനിക്കൊരു മാനസികമായിട്ട് ഭയങ്കര വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം തന്നെയാണത്. എന്നാലും അത് പോട്ടെ, അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഞാനിപ്പം നിങ്ങളോട് ഇത് പറയാണ്, കാര്യം ആര് പറഞ്ഞാലും റോഡിൽ കൂടെ പോണ യാചകനോ പിന്നെ അല്ലെങ്കിലും മറ്റൊരു പാവങ്ങളായ ഏത് മനുഷ്യരോ ആയിക്കോട്ടെ, കാര്യം പറയുമ്പോൾ അത് അതിൽ ശരിയുണ്ടോ, അത് അവർ പറയുന്നത് കാര്യമാണല്ലോ എന്ന് ചിന്തിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. നമ്മളത് കാര്യം ആര് പറഞ്ഞാലും നമ്മൾ ഉൾക്കൊള്ളണം. അതാണ് എൻ്റെ ഒരു രീതി. എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ, നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അത് മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമ്മൾ കാര്യം പറഞ്ഞാൽ ആരായാലും അത് സ്വീകരിക്കുക, കാര്യമാണെന്ന് നമ്മൾ ഉൾക്കൊണ്ട് അത് ചെയ്യുക, അതുപോലെ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇനി എല്ലാവർക്കും ഇത് ഒരു ഇതായിട്ട് തോന്നും, ഇതൊരു തെറ്റായിട്ട് തോന്നുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്കുണ്ടല്ലോ, ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ അഭിപ്രായങ്ങളുണ്ട്, പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതാരെയും ബുദ്ധിമുട്ടിക്കാനോ പ്രയാസപ്പെടുത്താനോ ഒന്നുമല്ല പറഞ്ഞത്. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞാണ്. എൻ്റെ മുന്നിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞ സെയിം കാര്യം തന്നെ മറ്റൊരാൾ പറയുമ്പോൾ മറ്റൊരാൾ പറഞ്ഞപ്പോൾ അത് ചെയ്തു. പക്ഷെ ഞാൻ ആ കാര്യം തന്നെ പറഞ്ഞു, ഇത് ചെയ്താൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത്, പിന്നെ അത് തെറ്റാണ് എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള അത് ഉൾക്കൊണ്ടില്ല. മറ്റേ ആൾ പറഞ്ഞപ്പോൾ അത് ഉൾക്കൊണ്ട് അയ്യോ അത് ശരിയാണ് എന്ന് പറഞ്ഞു. അത് കണ്ടു നിന്നപ്പോൾ എനിക്കൊരു വിഷമം തോന്നി, അത്രയേ ഉള്ളൂ. അപ്പം കാര്യം ആരാണ് നമ്മളോട് നല്ല കാര്യം പറഞ്ഞു തരുന്നത് അത് നമ്മൾ സ്വീകരിക്കണം. ആരാണ് നമുക്ക് നല്ല കാര്യം പറഞ്ഞു തരുന്നത് അത് നമ്മൾ സ്വീകരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ കൂടുതലും പ്രായമുള്ളവരെ നോക്കി, അല്ലെങ്കിൽ അവരുടെ കാര്യം അവരിൽ നിന്ന് ഞാൻ കുറേയൊക്കെ, എനിക്ക് അന്നൊന്നും പഠിക്കാൻ പറ്റിയില്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് അന്നൊന്നും ഒരുപാട് കാര്യങ്ങളൊന്നും അവരിൽ നിന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ എന്നാലും കുറച്ചൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ അതുപോലെ അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ അതുപോലെ അത് ഓർക്കാറുണ്ട്. അതോർത്താണ് ഇപ്പോഴും ചെയ്യുന്നത്. കാര്യം ആര് പറഞ്ഞാലും നമ്മളത് ഉൾക്കൊള്ളണം. ചെറിയവനോ വലിയവനോ ആരോ ആയിക്കോട്ടെ, നമ്മൾ സ്വീകരിക്കണം. അത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. ചിലർക്ക് പിന്നെ അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ട് കാണും. അവരുടെ നിലയ്ക്കും വിലയ്ക്കും ഒന്നും പറ്റാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് സ്വീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ട് കാണും, ആയിരിക്കണം എന്നാണ് അത് കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും നമ്മൾ എന്താ പറയുക, കാര്യം നല്ലത് ആര് പറഞ്ഞു തന്നാലും നമ്മൾ സ്വീകരിക്കാൻ നമ്മൾ നോക്കുക. ആരെയും ചെറുതാക്കി കാണരുത്. ആർക്ക് എപ്പോൾ ഉപകരിക്കും എന്ന് ആർക്കും പറയാൻ പറ്റാത്ത ഒരു കാലത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കാര്യം ആര് പറഞ്ഞാലും നമ്മളത് ഉൾക്കൊള്ളുക. അവരെ എല്ലാവരും മനുഷ്യരല്ലേ, ചെറിയവനും വലിയവനും
കാശുള്ളവരും ഇല്ലാത്തവരും സൗന്ദര്യമുള്ളവരും ഇല്ലാത്തവരും എല്ലാ മനുഷ്യരാണ്. എല്ലാ മനുഷ്യർക്കും ഒരു ഹൃദയമുണ്ട്. വേദനിക്കണ ഒരു കോടീശ്വരൻ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും വേദനിക്കണ ഒരു ഹൃദയമുണ്ട്. അപ്പം അവരുടെ മുമ്പിൽ വെച്ച് അവരുടെ മുമ്പിൽ വെച്ച് മറ്റുള്ളവരുടെ അവർ പറഞ്ഞ കാര്യത്തെ പിന്നെ പിന്തള്ളിയിട്ട് അക്കാര്യം തന്നെ വേറൊരാൾ വന്ന് പറയുമ്പോൾ അത് ചെവിക്കൊള്ളുക, അത് കേൾക്കുക. അപ്പം നിൽക്കുന്ന ആളിൻ്റെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കണം, ചിന്തിച്ച് നോക്കണം. അപ്പം കഴിയുന്നതും ആരെയും വേദനിപ്പിക്കാതെയൊക്കെ നമ്മൾ വേദനിപ്പിക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ എന്താണ്, അപ്പം ഇത്രയും പറയാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. അതുകൊണ്ട് ഇച്ചിരി വൃത്തിക്കും മെനയ്ക്കുമൊക്കെ വരാൻ പറ്റി. മറ്റേ എല്ലാം എപ്പോഴും ജോലിയൊക്കെ ചെയ്ത് നമ്മൾ മുഷിഞ്ഞ് നിൽക്കണ വേഷത്തിലൊക്കെ അല്ലേ, നമുക്ക് എപ്പോഴും ഒരുങ്ങിയിരിക്കേണ്ട വേഷമൊന്നും അല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇന്ന് ഇച്ചിരി വൃത്തിക്കും മെനയ്ക്കുമൊക്കെ നിങ്ങളുടെ മുമ്പിൽ വരാനും പറ്റി. എന്നും നമുക്ക് എപ്പോഴും ഇതുപോലെ വരാൻ പറ്റില്ല, കുക്ക് ചെയ്യണ ജോലിയുടെ ഇടയിലൊക്കെ ആയിരിക്കും അല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ അഭിപ്രായം കൂടെ എന്നെ ഒന്ന് അറിയിച്ചാൽ നന്നായിരിക്കും. ഞാൻ പറഞ്ഞ വീഡിയോ തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും എനിക്കുണ്ടായ ഒരു അനുഭവമാണ് പറഞ്ഞത്, അല്ലാതെ വേറെ ആരുടെ ഒരു കാര്യമല്ല കേട്ടോ പറഞ്ഞത്. എൻ്റെ അഭിപ്രായം, എനിക്കുണ്ടായ ഒരു മാനസികമായിട്ടുള്ള അത് ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത്. അത് തെറ്റാണോ ശരിയാണോ എന്നും എനിക്കറിയത്തില്ല. എൻ്റെ ഇതിൽ അതൊരു തെറ്റായിട്ടാണ് തോന്നിയത്. അപ്പം നമ്മൾ പറഞ്ഞ കാര്യം കേൾക്കാതെ അതേ സെയിം കാര്യം വേറൊരാൾ പറഞ്ഞപ്പോൾ അത് കേട്ടു. അപ്പം അതെന്താണ്, ഒരു തെറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം എനിക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രയാസം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇനി അതിൽ പിന്നെ ഈ എടുക്കുന്ന മനുഷ്യർ ഇതൊക്കെ എന്താ പറയുക, അവരുടെ ഉള്ളിൽ അതെങ്ങനെയാണ് അവർ ഉൾക്കൊള്ളുന്നതെന്ന് അറിയത്തില്ല. ഓരോരുത്തർ പറയുമ്പോഴേ അതെങ്ങനെയാണ് ഉൾക്കൊള്ളുന്നതെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ മനസ്സിൽ തോന്നിയത് അത് ഞാൻ പറഞ്ഞതുകൊണ്ടായിരിക്കും അത് അവർ ഉൾക്കൊള്ളാത്ത. ഞാനൊരു പാവപ്പെട്ടവളല്ലേ, അല്ലെങ്കിൽ ഞാൻ കാശില്ലാത്തവളല്ലേ, അല്ലെങ്കിൽ എനിക്കൊന്നും ഇല്ലാത്തവളല്ലേ, അതുകൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞിട്ട് അവരത് സ്വീകരിക്കാത്ത എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം അത് അവർ മറ്റൊരാൾ പറഞ്ഞപ്പോൾ അത് സ്വീകരിച്ചു, ഞാൻ പറഞ്ഞപ്പോൾ അത് സ്വീകരിച്ചില്ല. അത്രേ ഉള്ളൂ ഇതിലെ വ്യത്യാസം കേട്ടോ. എനിക്ക് തോന്നുന്നു അത്രേ ഉള്ളൂ. ഞാൻ വലിയ അറിവും പഠിപ്പും വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഉള്ള ആളല്ല കേട്ടോ. എൻ്റെ ചെറിയ ഒരു ബുദ്ധി, എനിക്ക് ഒന്നാമതേ ബുദ്ധി ഇല്ല. അപ്പോൾ ഉള്ള ബുദ്ധിയിൽ നിന്നുകൊണ്ട് പറഞ്ഞതാണ്. തെറ്റാണെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കുക. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്ന് എൻ്റെ ഈ കുഞ്ഞൊരു വീഡിയോ ആണ്. മാക്സിമം എൻ്റെ ലോങ് വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സഹായിക്കുക. പിന്നെ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ.